ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിക്കും ശരത്തിനും നേർക്ക് നേരെ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവിടല്ലോ. ഇവർ തമ്മിൽ വീണ്ടും ഒരു സീൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സച്ചിയും ശരത്തും അവർ തമ്മിൽ എന്നും വഴക്കാണ്. ആൻ്റണി ആയിട്ടുള്ള കൂട്ടുകെട്ട് തുടങ്ങിയ പിന്നെ സച്ചിക്ക് ശരത്തിനെ കണ്ടുകൂടാ, ശരത്തിന് സച്ചിയെയും കണ്ടുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വെഡ്ഡിങ് ഡേ വരുവാണല്ലോ. അപ്പോൾ രേവതിയുടെ അമ്മയും പെങ്ങളും കൂടി 2 ദിവസം മുമ്പ് തന്നെ സച്ചിയുടെ വീട്ടിലോട്ട് പോയി സച്ചിക്കും രേവതിക്കും ഓരോ ജോഡി ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വിവാഹ വാർഷികമാണല്ലോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ഓർത്തിട്ട് അവർ ഡ്രസ്സാണ് എടുക്കുന്നത്. എന്നിട്ട് തലേ ദിവസം തന്നെ വീട്ടിൽ പോയി ഒരു തട്ടിൽ മധുര പലഹാരങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ലക്ഷ്മിയും ദേവും കൂടി പോകുന്നത്. എന്നിട്ട് രേവതിക്ക് അത് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇവരെ പുച്ഛിക്കുന്നുണ്ട്. ഓ, ഇത്രയും കണ്ടാൽ തോന്നും ഭയങ്കര സ്വർണ്ണങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന്, ഒരു ഡ്രസ്സ് തരാനാണോ ഇങ്ങനെ വന്നേക്കുന്നത്? ഇതെന്താ എൻ്റെ ശ്രുതിമോളുടെ വിവാഹ വാർഷികം മറ്റേ ശ്രുതിയുടെ അമ്മായച്ചൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും സ്വർണ്ണങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് അയച്ചു തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയെ പുച്ഛിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ലക്ഷ്മി കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങൾ വർഷയോട് കഴിക്കരുതെന്നും എങ്ങനെ തെണ്ണ കൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വർഷ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ലക്ഷ്മി കൊണ്ടുവന്ന മധുര പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റി, ഇതൊക്കെ ആൻറ്റി ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെയാണ് രേവതിയുടെ അമ്മയോട് വർഷ സംസാരിക്കുന്നത്. ഇതൊക്കെ ചന്ദ്രക്കൊന്നും ഇഷ്ടാവുന്നില്ല. അങ്ങനെ നമ്മുടെ ലക്ഷ്മി എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ സച്ചിക്കും രേവതിക്കും കൊടുക്കുവാണ്. സച്ചി ഷർട്ട് തുറന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ നല്ല അടിപൊളി ഷർട്ടാണല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, വെഡ്ഡിങ് ഡേയുടെ അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം എന്നൊക്കെ പറയുവാണ് ലക്ഷ്മി. അങ്ങനെ സച്ചിയെയും രേവതിയെയും വീട്ടിലോട്ട് ക്ഷണിച്ചതിന് ശേഷം നമ്മുടെ ലക്ഷ്മി പോകുവാണ്. അപ്പോൾ രേവതിക്കും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അമ്മ ഒന്നില്ലെങ്കിലും ഡ്രസ്സെങ്കിലും കൊണ്ടുവന്ന് തന്നല്ലോ, വീട്ടിലോട്ട് ക്ഷണിച്ചല്ലോ, ആ ഷർട്ടാണെങ്കിൽ സച്ചിയേട്ടന് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ വെഡ്ഡിങ് ഡേയുടെ അന്ന് രാവിലെ രേവതി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ നിൽക്കുവാണ്. അപ്പോൾ സച്ചി ലക്ഷ്മി കൊണ്ടുവന്ന ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുവാണ്. എന്നിട്ട് രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വന്ന് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ രണ്ടുപേരും നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സച്ചി കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചിയുടെ കയ്യിൽ? ഇത് നിനക്ക് തരാൻ ഒരു ഗിഫ്റ്റാണ്, എല്ലാവരെയും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാമ്മ വരുന്നുണ്ട്. അച്ചാമ്മ ഇവരുടെ വെഡ്ഡിങ് ഡേ ഓർത്തിരുന്ന് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അച്ചാമ്മയ്ക്ക് എന്താ വെഡ്ഡിങ് ഡേ ഇത്രക്ക് ഓർമ്മയാണോ? അപ്പോൾ പിന്നെ അച്ചാമ്മ പറയും, അത് പിന്നെ എൻ്റെ മോളിന് എനിക്ക് ഇങ്ങനൊരു മോളെ കിട്ടിയ ദിവസമല്ലേ, അത് ഞാൻ മറക്കോടാ സച്ചി. പറയും, ഞങ്ങൾ എന്തായാലും അച്ചാമ്മനെ വന്ന് അങ്ങോട്ട് കാണാനിരിക്കുമായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് അച്ചാമ്മനെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ചാമ്മ പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തന്നില്ലേ, അതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അച്ചാമ്മ പറയുന്നുണ്ട്, എന്ത് ഭംഗിയാ സച്ചി നിന്നെ കാണാൻ, നല്ല രസമുണ്ടല്ലോ ഈ ഷർട്ട്, ഇത് ആര് മേടിച്ച് തന്നതാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇത് രേവതിയുടെ അമ്മ എടുത്തന്നതാ, നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ അച്ചാമ്മേ, അച്ഛനും പറഞ്ഞു നല്ലോണം ചേരുന്നുണ്ടെന്ന്, നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചിക്കും ആ ഷർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അച്ചാമ്മ പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് സച്ചി ഈ ഷർട്ട് കാണാൻ എന്നൊക്കെ അച്ചാമ്മയും പറയുന്നുണ്ട്. അത് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവേ. അപ്പോൾ അച്ചാമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്താടാ ഒരു ഗിഫ്റ്റൊക്കെ? ഇത് രേവതിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഒരു മോതിരം കേട്ടോ, സ്വർണ്ണത്തിൻ്റെ. നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറുവാണ് സ്വർണ്ണമോതിരം കാണുമ്പോൾ. സച്ചി അത് ഭയങ്കര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൂടെ രേവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വെഡ്ഡിങ് ഡേ സച്ചിയേട്ടൻ മറന്നെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരാൻ മറന്നില്ലല്ലോ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ചാമ്മ ഇവിടെ ഇരിക്കുക, ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് രേവതിയുടെ വീട്ടിലോട്ടൊക്കെ പോയി വരാം, അമ്മ ഇന്ന് ഉച്ചക്ക് അവിടെ നിന്ന് കഴിക്കാനാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ചാമ്മ ചോദിക്കും, അപ്പോൾ ഇവിടെ പരിപാടിയൊന്നുമില്ലേ? ഇവിടെ ഉണ്ട്, വൈകുന്നേരം അച്ചാമ്മ ഇരിക്കുക, ഞങ്ങളൊന്ന് പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് രേവതിയുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ അമ്പലത്തിലോട്ടൊക്കെ പോയി നമ്മുടെ സച്ചി രേവതിയും കൂടി രേവതിയുടെ വീട്ടിലോട്ട് പോകുവാണ്. അവിടെ ലക്ഷ്മി ഇവരെ കാണുമ്പോൾ തന്നെ, കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ വാതുക്കൽ പോയിട്ട് ലക്ഷ്മിയും ദേവും കൂടി ഭയങ്കര സന്തോഷത്തിലോട്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ടും പോകുന്നുണ്ട്. വീടെത്തിയപ്പോഴേക്കും സച്ചിക്ക് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം ശരത്തിനെ കാണണ്ട, ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ശരത്തിന് ഇഷ്ടമല്ലല്ലോ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി ഇവിടെ അവൻ ഉണ്ടാവില്ല രേവതി, ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ രേവതി പറയും, എന്നെ ഒറ്റക്കല്ല അമ്മ ക്ഷണിച്ചത്, സച്ചിയേട്ടനെയും കൂടിയാണ് ക്ഷണിച്ചത്, എന്തായാലും നമ്മളെ വിളിച്ചതല്ലേ സച്ചിയേട്ട, വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്
സച്ചിയും രേവതിയും കൂടി അകത്തോട്ടൊക്കെ കയറുവാണ്. നമ്മുടെ ലക്ഷ്മി അപ്പോൾ വരുമ്പോൾ തന്നെ സച്ചിക്കും രേവതിക്കും പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചി അത് ആസ്വദിച്ച് കഴിക്കാൻ നേരത്തെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചതാ? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് അച്ചാമ്മ വന്നു. അച്ചാമ്മ വന്നപ്പോഴും പറഞ്ഞു ഈ ഷർട്ട് നല്ല രസമുണ്ട്, കാണാൻ എനിക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന്. എല്ലാവർക്കും നല്ല അഭിപ്രായം. എൻ്റെ ഈ കറക്റ്റ് അളവിൽ നല്ല കളറും നല്ല ഇത്. അമ്മ എവിടെ നിന്നാണ് ഈ ഷർട്ട് മേടിച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ മോനെ ഈ ഷർട്ട് ഞാൻ മേടിച്ചതല്ല. അപ്പോൾ തന്നെ സച്ചി പായസം കൂടി നിർത്തുകയാണ്. എന്നിട്ട് പറയും, പിന്നെ ഇത് ശരത്ത് മേടിച്ചതാ. രേവതിക്കും സച്ചിക്കും അവൻ്റെ വക എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക അവൻ മേടിച്ചതാന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ. സച്ചി പറയും, എന്താ രേവതി എന്നിട്ട് ഈ കാര്യം എന്നോട് പറയാത്തേ? അപ്പോൾ രേവതി പറയും, എനിക്കറിയില്ലായിരുന്നു സച്ചിയേട്ടാ, ആര് തന്നാൽ എന്താ, നമ്മുടെ വെഡ്ഡിങ് ഡേക്ക് തന്നതല്ലേ. അങ്ങനെയല്ല, ഞാനിത് അമ്മ തന്നതാണെന്ന് ഓർത്തിട്ടാണ് ഈ ഷർട്ട് ഇത്രയും സന്തോഷത്തോടെ ഇട്ടത്. ശരത്താണ് തന്നിരുന്നതെങ്കിൽ അറിഞ്ഞെങ്കിൽ ഞാനിത് ഇടില്ലായിരുന്നു എന്ന് പറഞ്ഞ് സച്ചി കുടിച്ചുകൊണ്ടിരുന്ന പായസം അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ദേഷ്യത്തിൽ ആ ഷർട്ടൊക്കെ അവിടെ നിന്ന് വലിച്ചൂരുവാണേ. അപ്പം തന്നെ ശരത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയും, എന്താ അമ്മ, എന്താ പ്രശ്നം? പറയും, ഈ പ്രശ്നം ഇനി ഞാനത് പ്രത്യേകിച്ച് പറയണോ? ഇവൻ ഇവിടെ ഉണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാണ്ടിരുന്നത്. അപ്പോൾ അവൻ മേടിച്ചു തന്ന ഷർട്ട് തന്നെ എനിക്ക് ഇടാൻ വേണ്ടി തന്നിരിക്കുന്നു. സമാധാനമായാലും രേവതി, നീ എൻ്റെ ഇന്നത്തെ ദിവസത്തെ സന്തോഷം കളയാനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ശരത്ത് മേടിച്ചു കൊടുത്ത ആ ഷർട്ട് സച്ചി ദേഹത്ത് നിന്ന് ഊരിയിട്ട് അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇറങ്ങി നടക്കുവാണേ. ഷർട്ടില്ലാതെ വരുന്ന സച്ചിയെ എല്ലാവരും ഇങ്ങനെ നെട്ടി നോക്കി നിൽക്കുവാണ്. റോഡിലെ അയൽവാസികളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഭയങ്കര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അകത്തോട്ട് കയറിപ്പോയവർ ഇങ്ങനെ ദേഷ്യത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി. സച്ചിയാണെങ്കിൽ ദേഷ്യത്തിൽ, രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ പോവല്ലേ പോവല്ലേ പ്ലീസ് സച്ചിയേട്ടാ വാ, ഇങ്ങനെ പോവല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഷർട്ട് വേണ്ട രേവതി, നീ വന്നെങ്കിൽ വാ എന്ന് പറഞ്ഞ് സച്ചി ഓടി കാറി കയറി ഇരിക്കുവാണേ. രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ദേവും അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ്. സച്ചി കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് അങ്ങനെ ഇരിക്കുവാണ് ദേഷ്യത്തിൽ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എല്ലാവരും നോക്കുന്നു, സച്ചിയേട്ടൻ ഒന്ന് വാ, ഇന്നത്തെ ദിവസം ഇങ്ങനെ ദേഷ്യപ്പെടലേ എന്ന് പറയുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ കാറിൻ്റെ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. രേവതിയോട് ഒന്നെങ്കിൽ കയറുക അല്ലെങ്കിൽ ഞാൻ പോകുന്നുള്ള ഭാവത്തിലാണ് ആ ഹോൺ അടി. എന്നിട്ട് രേവതിക്ക് കാര്യം മനസ്സിലായ രേവതി പറയും, അമ്മേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ അമ്മയെന്ന് പറഞ്ഞ് രേവതി കാറിൽ കയറി ഇരിക്കുവാണ്. സച്ചി ദേഷ്യത്തിൽ ആ ഷർട്ട് ഇടാണ്ടാണ് കാറിൽ കയറി ഇരിക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ തുണിയില്ലാതെ പോകുന്ന സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, കണ്ടോ അമ്മയല്ലേ പറഞ്ഞ് ഈ സച്ചിയേട്ടന് എന്നോട് ദേഷ്യമൊന്നുമില്ല, ദേഷ്യമൊക്കെ മാറിയെന്ന് കണ്ടില്ലേ, കാണിച്ചത് കണ്ടില്ലേ, ഇപ്പം അമ്മക്കിപ്പോൾ സമാധാനമായല്ലോ എന്നെ അപമാനിച്ചപ്പോഴെന്ന് പറഞ്ഞ് ശരത്ത് ലക്ഷ്മിയെ ചീത്ത പറഞ്ഞ് പോവുകയാണേ. തുണിയില്ലാത്ത സച്ചിയെ കാണുമ്പോഴേക്കും ഷർട്ടിടാതെ നടക്കുന്ന സച്ചിയെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഈ കോലത്തിൽ വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ അമ്മ എല്ലാവരുടെയും ചോദ്യത്തിന് ഞാനാണ് മറുപടി കൊടുക്കേണ്ടത്. എൻ്റെ വീട്ടിൽ പോയിട്ട് അവർ സച്ചിയേട്ടൻ്റെ ഷർട്ട് വരെ ഊരി മേടിച്ചോ എന്നൊക്കെ ചോർത്ത് അവരെന്നെ കളിയാക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയും, നിനക്കെന്താ ഞാനിപ്പോൾ ഷർട്ട് ഇടണം, അത്രയല്ലേ വേണ്ടു. എന്നിട്ട് സച്ചി നേരെ അവിടെയുള്ള തുണിക്കടയിൽ കയറിയിട്ട് അവിടെ നിന്നൊരു പുതിയ ഷർട്ട് മേടിച്ചിടുവാണ്. അപ്പോൾ എന്തൊക്കെയായാലും സച്ചിക്ക് ശരത്തിനോടുള്ള ദേഷ്യം ഈ അടുത്തൊന്നും തീരാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ തെറ്റാണല്ലോ ശരത്ത് ചെയ്തിരിക്കുന്നത്. അതിന് പ്രതികാരം ശരത്തിന് ഇനി എപ്പോൾ കണ്ടാലും ഇത് തന്നെയായിരിക്കും നമ്മുടെ സച്ചിയുടെ ഭാവം. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ കണ്ടെല്ലാം